ആർമീസേ, അപ്പം ഇന്നത്തെ അരമണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ലൈവ് വ്യൂവേഴ്സിൽ വന്നിരുന്നു. ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ലൈവ് വ്യൂവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഓൾറെഡി വന്ന ആ ഒരു ലൈവിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലൈവ് റീടെലികാസ്റ്റിൽ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ലൗഡായിട്ടൊരു മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയോ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, സ്ക്രീനിൽ നിന്ന് വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ വന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പം മുതലേ ബ്രൗൺ ഐഡ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ആ ഒരു കാര്യം ഇന്ന് അദ്ദേഹം ആർമീസിന് മുന്നിൽ തുറന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ടു മച്ച് TMI ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി TMI എന്ന് പറഞ്ഞാൽ ടു മച്ച് ഇൻഫർമേഷൻ, അതായത് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഓവറായിട്ട് ഫാൻസിനൊക്കെ അറിയിക്കുമ്പോൾ TMI എന്നാണ് പറയാറ്. ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്ര ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഫാൻസായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ പറയുന്നുണ്ട്, ഇത് ഞാനൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാനിത് ചെയ്യണത്. എനിക്ക് ആർമീസ് ഈ ഒരു പാട്ടിന് ഈ ഒരു ബാൻഡും കേൾക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം വന്ന് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഈ ഒരു ബാൻഡിൻ്റെ പാട്ടല്ല. അതാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലായത്. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാൻഡിൻ്റെ പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിന് കൂടെ പാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 സോങ് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ബ്രൗൺ ഐഡ് സോളിൻ്റെ പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സോങ്സ് ആർമീസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അദ്ദേഹത്തിന് ഈ ഒരു സോങ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇതിൽ പാടുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പാടിക്കൊണ്ടിരുന്നിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്യുന്നത്. പിന്നെ ലൈവിനിടയ്ക്ക് ചില ആർമീസ് ചില പാട്ട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതൊപ്പം പാടുക മാത്രമല്ല, അതൊരു പ്ലേ ചെയ്യണം. അതായത് ഒരു പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അദ്ദേഹം എക്സ്ട്രാ ലൈന് പറഞ്ഞിട്ടൊക്കെ ഒരു റോൾ പ്ലേ ചെയ്യണ പോലെയൊക്കെയാണ് ഈ ഒരു ലൈവ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ലൈവ് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു ലൈവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈവിൽ നമുക്ക് ട്രാൻസ്ലേഷൻ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഫുള്ള് ഈ ഒരു ലൈവിൽ പാട്ട് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പാടുക, നമുക്ക് പറഞ്ഞു തരിക. പിന്നെ ചില ആർമീസ് ചിലപ്പോൾ ഓരോന്ന് റെക്കമെൻഡും കമൻറ്റൊക്കെ ഇടുമ്പോൾ അത് വായിക്കുന്നുണ്ട്, എന്നാലും വലുതായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഈ ത്രൂ ഔട്ട് ഈ ഒരു സോങ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു തരുന്ന പോലെയോ അങ്ങനെയൊക്കെ ആയിരുന്നു. അറ്റ് ദി എൻഡ് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ആ ഒരു വാക്കിലാണ് ഈ ഒരു ലൈവ് നിർത്തുന്നത്. അപ്പം ഞാൻ ഈ ഒരു ലൈവ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് വന്ന ലൈവും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 13-14 മിനിറ്റോളം നീണ്ടുന്ന ലൈവായിരുന്നു. അതിലും ഈ സോങ്സ് കേൾക്കുന്നതും സോങ്സ് എൻജോയ് ചെയ്യുന്നതും കൂടെ പാടുന്നതും ഒക്കെ തന്നെയായിരുന്നു ആ ഒരു ലൈവിലും കണ്ടത്. പിന്നെ ചില ആർമീസിൻ്റെ കമൻസിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ്പ്ലനേഷൻ വന്ന ആ ഒരു ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.